ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ടു പോവുകയാണ് കേട്ടോ. കാര്യങ്ങളൊട്ടും ഇങ്ങനെ ഈ ഒരു തരത്തിലോട്ട് എത്തുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല പത്മ. നന്ദിനി CEO ആയ ആ ഒരു ദിവസം തന്നെ എത്ര നല്ല അടിപൊളി ബിസിനസ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ആലോചിച്ച് ഇവിടെ പത്മയുടെ തല പെരുകയാണ് കേട്ടോ. അങ്ങനെ രാജുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് രാജുവിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്തോന്നാടാ താൻ കാണിച്ചത്? താൻ സത്യത്തിൽ എൻ്റെ കൂട്ടാണോ അത് അവളുടെ കൂട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം പറയണേ, മാഡം എങ്ങനെ പറയുന്നത്? എന്നോട് സൂര്യ സാറ് ഫോൺ കൊണ്ടുവരാനല്ലേ. എടാ, നീ ഇവിടെ എത്ര കാലമായി പണിയെടുക്കുന്നത്? ഇനി മേലാൽ നീ ഇവിടെ നിൽക്കരുത്, നീ അധികം താമസിയാതെ ഇവിടെ നിന്ന് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് രാജുവിനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം യതീന്ദ്രൻ കയറി വരികയാണ്. സത്യത്തിൽ ഇത്രയും നേരമൊന്നും വഴുകുന്നില്ല. യതീന്ദ്രൻ നന്ദിനി CEO പോസ്റ്റ് എടുത്തോടെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് ലൈറ്റ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യതീന്ദ്രൻ വരികയാണ്. യതീന്ദ്രൻ വരുമ്പോൾ ഇന്ദ്രജയും വേദയും തൻ്റെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം കേട്ടോ. അച്ഛാ, നമ്മുടെ അമ്മക്ക് ഇത്രയും ഒരു അപമാനം ഒരു ആൾ സൂര്യയുടെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല. കമ്പനിയിലെ എല്ലാ ആളുകളും വന്നിട്ട് അവരുടെ മുന്നിൽ ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് അമ്മയെ ഇവരെല്ലാവരും അവരുടെ മുന്നിൽ വെച്ച് സൂര്യ തരം താഴ്ത്തിയത്. ശരിയല്ലല്ലോ. അതും നന്ദിനിയെ CEO ആക്കിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ യതീന്ദ്രൻ പറയണം, ഇതെങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചോളാം. അപ്പോൾ എന്താ സത്യത്തിൽ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവളൊരു ബിസിനസ് പറഞ്ഞിരിക്കുന്നു, അത് ഒന്നടക്കം കൈയടക്കി എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ യതീന്ദ്രൻ്റെ. പക്ഷെ അത് പുറത്ത് കാണിക്കില്ല. അങ്ങനെ യതീന്ദ്രൻ പറയണേ, എന്തായാലും വരട്ടെ, ഞാൻ ചോദിക്കട്ടെ, അവനങ്ങ് വരട്ടെ, കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം യതീന്ദ്രൻ അത് പറഞ്ഞ് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് യതീന്ദ്രൻ റൂമിനുള്ളിലോട്ട് പോവുകയും ചെയ്തു കേട്ടോ. ഈ സമയം ഉടൻ തന്നെ ഇന്ദ്രജ പറയണേ, ഡാഡി എന്തായാലും ഇത് വെറുതെ വിടില്ല, അവനോട് ചോദിക്കും എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ഈ സമയം വിജയ് പറയണേ, എവിടുന്ന്, അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പോഴേക്കും പത്മ പറയണേ, എനിക്കത്ര പ്രതീക്ഷയൊന്നുമില്ല, അവനോട് ചോദിക്കില്ല. അയാൾക്കും ഈ പറയുന്ന എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവർക്കും ഇഷ്ടം ഈ പറയുന്ന നന്ദിനി CEO ആവുന്നതും എന്നെ താഴ്ത്തുന്നതാണല്ലോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ കണ്ണ് നിറയുമ്പോഴേക്കും നിൻ്റെ അച്ഛനൊക്കെ അതിൽ ഇടപെട്ടിരുന്നു. ഇന്നങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് പറയട്ടെ. അപ്പോൾ വേദ പറയണേ, എനിക്ക് തോന്നുന്നില്ല, ഡാഡിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം കമ്പനി കാര്യത്തിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഡാഡി കുറച്ച് കാര്യമായി തന്നെ ഇടപെടും എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തനിക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് പത്മ. വിജയ് അപ്പോഴും തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിജയ് പറയാണ്, ഒരിക്കലും നടക്കാത്ത കാര്യം വെറുതെ ആഗ്രഹിക്കണ്ട എൻ്റെ മമ്മി എന്നിങ്ങനെ പറയാണ്. അതുകൊണ്ട് ആഗ്രഹിക്കണ്ട. സൂര്യയും നന്ദിനിയുടെയും ബുദ്ധി അപാരം തന്നെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറേ നേരമായി ഇവൻ്റെ സംസാരം കേട്ട് എനിക്ക് തല ഭരിക്കുന്നു, ഇനി എനിക്ക് അധികം കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ വിജയ് ഒന്നും മിണ്ടാണ്ടിരിക്കുമെന്ന് പറയണേ. പിന്നീടാണെങ്കിലോ യതീന്ദ്രൻ പുറത്തിരിക്കുന്ന സമയത്താണ് നന്ദിനി വന്നിറങ്ങുന്നത് കേട്ടോ. നന്ദിനിയും ഈ പറയുന്ന സൂര്യക്കാണെങ്കിലോ പറയാൻ വാക്കുകളില്ല. തൻ്റെ അച്ഛനെ കണ്ട അതിൽ ഓടി വരണം. അച്ഛാ, എന്തുണ്ട് വിശേഷങ്ങൾ? അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ, എത്ര നാളായി എൻ്റെ അച്ഛനെ കണ്ടിട്ട്, എന്നാലും ഈ ഒരു സമയം അച്ഛൻ എന്നെ തനിയാക്കി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം രാജുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. രാജുവിനോട് എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ രാജുവിനോട് ചോദിക്കുമ്പോൾ രാജു പറയുന്നുണ്ട്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി, അപ്പം നീ എന്താടാ ഫോൺ എടുക്കാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യതീന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം പിടികിട്ടിയിരിക്കുകയാണ്. അങ്ങനെ സൂര്യയോട് പറയാണ്, സൂര്യ എൻ്റെ അടുത്ത് തെറ്റുപറ്റി, അതെന്നുള്ളത് നേരെ തന്നെയാണ്, നിന്നെ തനിയാക്കി പോകാൻ പാടില്ലായിരുന്നു. 2-3 ദിവസം ഇവരെന്ന് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിന്തിക്കണമായിരുന്നു ഇവിടെ എന്തോ അപകടം ഉണ്ടെന്ന്. പക്ഷെ ഞാൻ അതും ചിന്തിച്ചില്ല, എൻ്റെ അടുത്ത് തെറ്റൊക്കെ പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇതേ സമയം അവരകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ ഇവരെ അകത്ത് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറി വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ, അല്ലച്ച, നന്ദിനി CEO ആയി ഞാൻ പോസ്റ്റ് കൊടുത്തല്ലോ അവൾക്ക്. അപ്പോൾ അവൾ CEO ആയ ആദ്യ ദിവസം തന്നെ എല്ലാവരെയും വിറപ്പിച്ചുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ പുതിയൊരു സംരംഭം, ഞാൻ അറിഞ്ഞു, എന്നാലും ഡീറ്റെയിൽ ആയി നീ പറ എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ്, നന്ദിനി ഇങ്ങനെ ഒരു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അതായത് കുക്കർ ഉണ്ടാക്കുന്നത് മണ്ണ് വെച്ച് ആവാം എന്നുള്ളത്, അതായത് മൺകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അവൾ പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല വാക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കയ്യടി കിട്ടിയിരിക്കുന്നു. ആദ്യ ദിവസം തന്നെ ഇവളുടെ കഴിവ് തെളിയിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം കാണാൻ പത്മ സൈഡിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ അത് സൂര്യയും നന്ദിനിയും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോഴേക്കും യതീന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം എന്താ ഡാഡി, ഇത്രയൊക്കെ കഥകൾ ഞാൻ പറഞ്ഞിട്ടും നന്ദിനിക്ക് ഒരു
കൈ പോലും കൊടുക്കാത്ത ഒരു ആശംസ പോലും ഡാഡി പറയാത്തത്, നന്ദിനി ഇത്ര വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന അച്ഛൻ്റെ ഭാര്യ എന്ന് പറയുന്ന, ഡാഡിയുടെ ഭാര്യ എന്ന് പറയുന്നവരെ കൊണ്ട് ഈ പ്രതിസന്ധി കരകയറാൻ കഴിയാതെ ഇരിക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി കരകയറാനുള്ള ഐഡിയ നന്ദിനി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അച്ഛൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല, ഡാഡിയുടെ ഭാര്യയ്ക്ക് മനസ്സിലായിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടോ. അപ്പോൾ എടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ, മതി സംസാരം ഇവിടെ നിർത്തിയെന്ന് പറയട്ടോ. അതെന്താ ഡാഡി ഞാനങ്ങനെ പറയുമ്പോൾ സംസാരം നിർത്തിയെന്ന് പറയുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പത്മയെ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിർത്തി പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ താൻ തിരിഞ്ഞു, ഓഹോ ഭാര്യയെ കണ്ട് പേടിച്ചാണല്ലേ ഡാഡി ഇത് പറഞ്ഞത്. ഇതാദ്യമേ ഡാഡിക്ക് അങ്ങ് പറയായിരുന്നു. അപ്പോഴേക്കും പത്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. പത്മ ദേഷ്യത്തോടു കൂടി വന്നിട്ട് പറയണേ, എന്താടാ എന്നെ പേടിച്ചിട്ടാണെന്ന് നീ പറയുന്നത്? നിൻ്റെ ഡാഡിയെ ഇന്നും ഇന്നലെ നീ ഇപ്പോൾ ഇന്നും ഇന്നലേക്കും നിൻ്റെ ഡാഡിയെ കാണുന്നത് എന്നെ, എന്നാൽ എൻ്റെ കഴുത്തിൽ താലി കെട്ടി അന്ന് മുതൽ ഇങ്ങനെ എൻ്റെ എന്ത് കാര്യത്തിലും ഇങ്ങനെ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവൾ കയറി വന്നതിന് ശേഷമാണ് ഇങ്ങേർക്ക് ഒരു ചാഞ്ചാട്ടം, ഏത് തോണിയിലാണ് കാല് വെക്കേണ്ടതെന്ന് അറിയാതെ ഇങ്ങേരുടെ ഈ പെരുമാറ്റം. അതെനിക്ക് മനസ്സിലാവായിട്ടല്ല, എന്നാൽ നിൻ്റെ ഭാര്യ ഇത്ര വലിയ കാര്യമൊന്നുമല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നീ ചിന്തിച്ച് നോക്കടാ, മണ്ണ് കൊണ്ട് എങ്ങനെ കുക്കർ ഉണ്ടാക്കാൻ പറ്റും? അത് ഒരിക്കലും പ്രാവർത്തികമാവുന്ന കാര്യമല്ല. പുറത്ത് വേറൊന്ന് കൊടുത്ത് ഉള്ളിൽ മണ്ണാക്കാം എന്നൊക്കെ പറയുന്നത് അതൊന്നും അത്ര പ്രാവർത്തികമായ കാര്യമല്ല. അതുകൊണ്ട് നീ ഇത്ര വല്ലാതെ നിൻ്റെ ഭാര്യയെ പുകഴ്ത്തി സംസാരിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ, ഓ ആയിക്കോട്ടെ, തോറ്റതിൻ്റെ അത് കിടന്ന് കാണിക്കല്ലേ. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണേ, ഇവിടെ നിർത്ത്, മതി സൂര്യ, ഞാൻ വന്ന് കയറിയിട്ടുള്ളൂ, ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ലേ എന്ന് പറയട്ടോ. അങ്ങനെ പത്മ ഇതും പറഞ്ഞു പോവുകയാണ്. അപ്പോഴേക്കും സൂര്യയോട് ഉടൻ തന്നെ, ഞാൻ അപ്പോഴേ അങ്ങനെയൊക്കെ സംസാരിച്ചത്, വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും വീണ്ടും നിൻ്റെ മമ്മിയെ പ്രഷർ പിടിപ്പിക്കേണ്ട എന്ന് കരുതിയാണ്. അതുകൊണ്ട് ഇതൊന്നും ഞാൻ വെറുതെ വിടാൻ താല്പര്യപ്പെടുന്നില്ല. ഞാനിത് ചോദ്യം ചെയ്യും. നിന്നോടും നന്ദിനിയോടും കാണിച്ചത് നല്ല ക്രൂരമായ പ്രവർത്തികളാണ്. ഇതൊന്നും ഞാൻ വെറുതെ വിടൂല, ഞാൻ ചോദ്യം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ മോള് CEO ആയപ്പോൾ തന്നെ നല്ലൊരു കഴിവാണ് നിന്നിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ മോള് ഇതുപോലെ പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസകൾ കൊടുക്കുന്നത് ഇന്ദ്രജ കാണുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ കാണുന്നതിനോട് കൂടി ഇന്ദ്രജ പിന്നീട് ഒന്നും നോക്കില്ല, പത്മയോട് ചെന്ന് പറയാണ്, മമ്മി അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. മമ്മി പോയേ പാടെ നന്ദിനി ആശംസകൾ കൊടുക്കുകയും പുകഴ്ത്തുകയൊക്കെയാണ് ചെയ്തത്, മമ്മിയെ തരം താഴ്ത്തി എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ സമയം യതീന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ, എന്താടി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അത് മമ്മിയോട് ഒരു കാര്യം, മമ്മിയോട് പറയുന്ന കാര്യങ്ങളൊന്നും ഇത്ര നല്ലതൊന്നല്ലല്ലോ, മമ്മിക്ക് നല്ലത് ഉപദേശിക്കാൻ നിനക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊയ്ക്കോ എന്ന് പറയണേ. അപ്പോൾ ഈ സമയം, എന്താ അവളെ എന്നോട് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ പോന്ന പാടെ അവളെ നിങ്ങൾ പുകഴ്ത്തുകയാണല്ലേ ചെയ്തത്, നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങളുടെ 3 മക്കളുടെ അമ്മയല്ലേ ഞാൻ, എത്ര കഷ്ടപ്പെട്ടാണ് അവരെ ഞാൻ വളർത്തിയത്, അവർക്ക് വേണ്ടിയല്ല എൻ്റെ കമ്പനിയും ബിസിനസ്സും എല്ലാം ഞാൻ ഇട്ടുപോയത്. എനിക്കൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളും എൻ്റെ കണ്ണു നിറവുകളൊക്കെ എൻ്റെ കൂടെ നിന്നിരുന്ന് നിങ്ങളിപ്പോൾ എന്താ അവളുടെ കൂടെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തത്? ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് യതീന്ദ്രൻ്റെ നേർക്ക് ചൂടാകുമ്പോൾ യതീന്ദ്രൻ പറയണ, പത്മ ഞാനൊരു കാര്യം പറയട്ടെ, നീ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നീ പറയുന്നതൊക്കെ ശരിയാണ്, നിൻ്റെ ഭാഗത്ത് ഇപ്പോൾ തെറ്റുണ്ട്. അന്നത്തെ പത്മ എന്ന് പറയുന്ന ഒരു തെറ്റുണ്ടായിരുന്നില്ല. അന്ന് പത്മ നല്ലൊരു വ്യക്തിയായിരുന്നു. ഇന്ന് നന്മകൾ തിരിച്ചറിയാൻ കഴിയാത്ത പത്മ, മതി നിങ്ങൾക്ക് എന്നും അവളെ കണ്ടതിന് ശേഷം ഇങ്ങനെയാണല്ലോ. അല്ല, എൻ്റെ മകന് ചേർന്നൊരു പെൺകുട്ടിയാണ് ഇവള് വേലക്കാരി എന്നൊന്നും നീ പ്രയോഗിക്കുന്നത് ശരിയല്ല. കാരണം എന്തെന്ന് വെച്ചാൽ, അവൾ സൂര്യക്ക് ഇണങ്ങിയ ഒരു പെൺകുട്ടിയാണ്. സൂര്യ എത്രത്തോളം മദ്യപിച്ചിരുന്ന ഒരാളായിരുന്നു. എന്നാൽ സൂര്യയുടെ മദ്യപാനം നിർത്തി. ഇന്ന് സൂര്യ ഇപ്പം മദ്യപിക്കുന്നുണ്ടോ? എത്ര നല്ലൊരു ലെവലിലോട്ട് അവൾക്കല്ലേ എൻ്റെ മോനെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് അവളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എൻ്റെ മകൻ എൻ്റെ കൺമുന്നിൽ കിടന്ന് കുടിച്ചു തീരുന്നത് കാണാനായിരുന്നു എൻ്റെ വിധി എന്ന് ആലോചിച്ച് നീറി ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ മുന്നിൽ രക്ഷകിയായി വന്നത് ഈ പറയുന്ന നന്ദിനിയാണ് പത്മ. അതൊരിക്കലും നീ മറക്കരുത്. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി, അല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാവുമല്ലോ. എന്താ പത്മ, നീ ഒന്ന് സമാധാനപരമായി ചിന്തിക്ക്. നന്ദിനി എന്ന് പറയുന്നവളുടെ നന്മ എത്രത്തോളം വലുതാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? നിനക്കവൾ വേലക്കാരി അത് ഇത് എന്നുള്ള തോന്നൽ കൊണ്ട് മാത്രമാണ്. ആ തോന്നൽ നീ ആദ്യം ഒഴിവാക്ക്. അത് ഒഴിവാക്കുന്നതിനോടുകൂടി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം പത്മ, നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് ഭ്രാന്താവും, അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുമെന്നൊക്കെ പറഞ്ഞ് പത്മ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ.